പ്രിയമുള്ളവരെ, അപ്പൊ ഇതിലെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് പാനി അൻമോൽ ഹെ എന്ന ഒരു കഥാഭാഗമാണ്. നാരായണ് പണിക്ക് വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ പോയപ്പോൾ വെള്ളം ലഭിക്കാതിരിക്കുകയും ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചാൽ മതി എന്ന് പറയുകയും ആ സമയത്ത് ഗ്രാമത്തിലെ താലാബിനെ കുറിച്ചറിയുകയും താലാബ് പോയപ്പോൾ അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് നാരായണ ഇടപെട്ട് അത് വൃത്തിയാക്കുകയും ചെയ്ത ഒരു കഥയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഈ പാഠത്തിലെ താലീമി സർഗർമികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഈ പാഠത്തിലെ താലീമി സർഗർമി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത്, എല്ലാ പാഠങ്ങളിലും പാഠം കഴിഞ്ഞാൽ ഒരു 2-3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പാഠഭാഗം മനസ്സിലായോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ ചോദ്യം എന്തിനാണ്? ഈ പാഠം ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിന്ന് വല്ല കാര്യവും മനസ്സിലായോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ചോദ്യം. ഇപ്പൊ ഒന്നാമത്തെ ചോദ്യം, ജനാബ് ഏ രഹാ പാനി, ഇതാ പിടിച്ചോളൂ, പാനി പിടിച്ചോളൂ. ഏക്ക് ഗ്ലാസ് സെ ജ്യാദ മത്ത് പീന, ഒരു ഗ്ലാസ്സിൽ കൂടുതൽ നിങ്ങൾ കഴിക്കരുത് കേട്ടോ, കുടിക്കരുത് കേട്ടോ. ഇതാര് പറഞ്ഞാണ്? ചൗക്കീദാർ പറഞ്ഞതാണ്. നാരായണനോട് ചൗക്കീദാർ പറഞ്ഞ. എന്തുകൊണ്ടാണ് ചൗക്കീദാർ അങ്ങനെ പറയാൻ കാരണം? എന്തുകൊണ്ടാണ് ചൗക്കീദാർ അങ്ങനെ പറയാനുള്ള കാരണം? അപ്പൊ അതിന്റെ ഉത്തരം ഏതാണെന്ന് നോക്കാം. ഉത്തരം നമ്മൾ ഇങ്ങനെ പാഠഭാഗം ഇങ്ങനെ വലിച്ചാല് നോക്കിയാല് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഗ്ലാസ് കുടിക്കരുത് എന്ന് കഴിഞ്ഞതിന് ശേഷം അതിന്റെ കാരണങ്ങള് ചൗക്കീദാർ പറയുന്നുണ്ട്. അപ്പൊ ആ പറയുന്നത് ഇതാണ്, പാനി ഹമേം ബഡി മുഷ്കിൽ സെ മിൽത്താ ഹെ, വോ ബി 4 കിലോമീറ്റർ ദൂർ സെ ലാന പഡ്താ ഹെ. മനസ്സിലായോ മക്കളെ? എന്താണ്? പാനി ഞങ്ങൾക്ക് വളരെ മുഷ്കിലായാണ് ലഭിക്കുന്നത്. വോ ബി 4 കിലോമീറ്റർ ദൂർ സെ ലാന പഡ്താ ഹെ. അതുകൊണ്ടാണ് നിങ്ങളോട് എന്ത് പറയുന്നത്? വെള്ളം ഒരു ഗ്ലാസ്സിൽ കൂടുതൽ നിങ്ങൾ കഴിക്കരുതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഗാവ് വാലോനെ നാരായൺ ക ശുക്രിയ അദാ ക്യോ, ഗ്രാമവാസികൾ നാരായണന് നന്ദി പറഞ്ഞു എന്തുകൊണ്ട് എന്നാണ്. പാഠഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റൂല? പാഠഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റൂല? ഗ്രാമവാസികള് നാരായണന് നന്ദി അർപ്പിക്കുന്ന ഒരു സംഗതി ഇതിൽ എന്തുണ്ടാവില്ല, ഇത് കാണൂല. പക്ഷെ നമുക്കത് ഊഹിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് നാരായണ ഗ്രാമവാസികൾ നന്ദി പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാം. അപ്പൊ അതിന് നമുക്ക് ഉത്തരം പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. എന്താ? ഇസ് താലാബ് മേ ഗന്ദഗി കോ സാഫ് കിയ, കർണ ഹോഗ എന്നുള്ളടത്ത് താലാബ് കി ഗന്ദഗി കോ സാഫ് കിയ. റെഡി? മനസ്സിലായോ മക്കളെ? താലാബ് കി ഗന്ദഗി, ഞാൻ അടിവരട്ട ഭാഗം നോക്കുക. താലാബ് കി ഗന്ദഗി കോ സാഫ് കിയ. കിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വൃത്തിയാക്കി. എന്തിനു വേണ്ടി? ഔർ ഉസ്സെ ബീമാരിയ ഭാഗ് ഗയി, അതോടുകൂടി അതിൽ നിന്ന്, ആ കുളത്തിലുണ്ടായിരുന്ന ബീമാരികൾ മുഴുവനും ഓടിപ്പോയി. ഇതിന് മുന്നിട്ടിറങ്ങിയത് ആരാണ്? നാരായണനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഗ്രാമവാസികൾക്ക് അതുവരെ അതിൽ നിന്ന് വെള്ളം എടുക്കാൻ പേടിയിന്. കാരണം എന്താ? വെള്ളം എടുത്താൽ രോഗം വരും. ആ രോഗം വരാത്ത രൂപത്തിൽ അതിനെ വൃത്തിയാക്കിയാൽ രോഗം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തത് നാരായണനായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നാട്ടുകാർക്ക് നാരായണനോട് ഭയങ്കര ഇഷ്ടം ഉണ്ടായിരിക്കും. അതാണ് ഉത്തരം. ഇനി മൂന്നാമത്തത് ചോദ്യം, ബച്ചോ ഹമേ പാനി കഹാ കഹാ സെ മിൽത്താ ഹെ എന്നാണ്. കുട്ടികളെ, നമുക്ക് വെള്ളം എവിടെ നിന്നെല്ലാമാണ് ലഭിക്കുന്നത്? വെള്ളം നമുക്ക് എവിടെ നിന്നൊക്കെ ലഭിക്കുന്നു എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് അതിന് ഉത്തരം പറയുകയാണെങ്കിൽ നമുക്ക് എവിടെ നിന്നൊക്കെ വെള്ളം കിട്ടുക? നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും? ഒന്ന് നദിയിൽ നിന്ന് കിട്ടും. ക്ലിയർ അല്ലേ? നദിയിൽ നിന്ന് കിട്ടും. അല്ലെങ്കിലോ താലാബിൽ നിന്ന് കിട്ടും. താലാബിൽ നിന്ന് കിട്ടും. എവിടുന്ന് കിട്ടും? താലാബിൽ നിന്ന് കിട്ടും. ഇനി മൂന്നാമത്തത്,
വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെ വെച്ചാല് അടുത്ത സ്ഥലം കുവ. കുവ എന്ന് പറഞ്ഞാൽ എന്താ? കിണറ്. കുവ കിണറ്. പിന്നെ നമുക്ക് വെള്ളം കിട്ടുന്ന സ്ഥലങ്ങള് ചഷ്മ എന്ന് എഴുതാ. ചഷ്മ അരുവി. ഓക്കെ, ചഷ്മ. ഓക്കെ, ഇവിടെ നിന്നെല്ലാം നമുക്ക് വെള്ളങ്ങൾ ലഭിക്കുന്നുണ്ട്. താലാബ്, നദി, സമന്ദർ, കുവ, ചഷ്മ, ഝീല് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വെള്ളം ലഭിക്കുന്നു. അപ്പൊ ഇതാണ് ഇതിലെ ആക്ടിവിറ്റിയിലെ ആദ്യത്തെ 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ. നിങ്ങൾക്ക് നല്ല ഉഷാറായിട്ട് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ല, മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടി അറിയോ? ഈ പാഠഭാഗം, ഈ കഥാഭാഗം നന്നായിട്ട് വായിക്കുക. വായിച്ചു കണ്ട് നാരായണനും ചൗക്കീദാറും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കിയിട്ട് റോൾ പ്ലേ ആയി അവതരിപ്പിക്കുക. അപ്പൊ അതിലെ ചൗക്കീദാറും നാരായണൻ തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക എന്നുള്ളതാണ് ഒരു ആക്ടിവിറ്റി. അതെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ശുക്രിയ. ഖുദാ ഹാഫിസ്.